അവന്റെ പേര് എല്ലാവരുടെയും അവന്റെ പേര് ഷറഫ് അലി എന്നാണ്. അവൻ കാസർഗോഡുകാരനാണ്. അവൻ എനിക്ക് ഈ സോഷ്യൽ മീഡിയ വഴിയാണ് ഫ്രണ്ട് ആയത്. ഇൻസ്റ്റഗ്രാം വഴിയാണ് അവൻ എനിക്ക് പരിചയം. അപ്പൊ ഒരു 6 മാസത്തോളം എനിക്ക് നല്ല പരിചയമുണ്ട്. കാരണം എന്നെ സപ്പോർട്ടായിട്ട് 6 മാസത്തോളം ഇവനായിട്ട് ഞാൻ ഓൾറെഡി വയനാട് കാര്യങ്ങളൊക്കെ പോയതുകൊണ്ട് നമുക്ക് അതിന്റെ വീഡിയോസും കാര്യങ്ങളും ഫോട്ടോസും ഒക്കെ നമ്മുടെ കയ്യിലുണ്ടല്ലോ. അപ്പൊ ആ ഒരു ധൈര്യത്തിലാണ് അത്. ഷാജി അപ്പൊ ഇവരെ പറ്റിയിട്ട് കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായി. അപ്പൊ ഇവരെ പറ്റിയുള്ള വിഷയം എന്താണെന്ന് അറിയാലോ. അതായത് ഒരുത്തനായിട്ട് റിലേഷനകത്ത് ഇരിക്കുക തന്നെ അവന്റെ കയ്യിൽ കാശൊക്കെ മേടിച്ച് ഏകദേശം 10-40,000 രൂപ അവന്റെ കയ്യിൽ മേടിച്ച് അവനെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞിട്ട് നടന്ന് ലാസ്റ്റ് അവനെ അങ്ങോട്ട് തേച്ച് വേറൊരുത്തന്റെ കൂടെ നടക്കുന്ന കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായി. അപ്പൊ ഇതിനെ പറ്റിയിട്ട് പല രീതിക്കുള്ള ചർച്ചകൾ ഇവര് പിന്നെ കല്യാണം കഴിക്കാൻ പോണെന്ന് വന്നിട്ട് ഈ യൂട്യൂബിനകത്ത് ഇടുന്നു. പിന്നെ അവര് തന്നെ പറയുന്നത് ഞാൻ കല്യാണം കഴിക്കുന്നില്ല, കല്യാണം കഴിച്ചെന്നാട്ടോ അവര് പറഞ്ഞത്. കല്യാണം കഴിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അവര് പറഞ്ഞ് കല്യാണം കഴിച്ചില്ല എന്നുള്ള രീതിക്കും പറഞ്ഞു. അതായത് പ്ലേറ്റ് ഇങ്ങനെയായിട്ട് മറിച്ച് കളിക്കുന്ന ഒരാളാണ് ഈ പറഞ്ഞ ഷാജി. അപ്പൊ ഇവരുടെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട്. ഇവരുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോനകത്ത് ഇവര് തന്നെ പറയുന്നുണ്ടായി. ഞാൻ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് ജാങ്കോ സ്പേസിനകത്ത്. അപ്പൊ ആ ഇന്റർവ്യൂവിനകത്ത് ഇവര് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ നമുക്കതൊന്ന് കേട്ട് നോക്കിയിട്ട് നമുക്ക് ബാക്കി പറയാം. രണ്ടാം വിവാഹം ഒന്നും കഴിക്കുന്നത് ഒരു തെറ്റല്ല. പക്ഷേ ഷാജിദ അത് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേനും അത് ഭയങ്കര പ്രശ്നമായിട്ടുണ്ട്. അയ്യോ പാവ ഷാജിദ. ഇതൊക്കെ കാണുന്ന ഒരാൾ വിചാരിക്കും, അതായത് ഈ വിഷയം ഒന്നും അറിയാണ്ട് ഇവരെ ഇന്റർവ്യൂ ആദ്യമായിട്ട് കാണുന്ന ആൾ വിചാരിക്കും ഈ പാവം കൊച്ചിന് ഈ 2ാം വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ എന്തൊക്കെയാണ് പറയണേന്ന് വിചാരിക്കും. പക്ഷെ ആ സത്യം അതൊന്നുമല്ല. കാരണം ഇവര് തന്നെയാണ് ഇവരുടെ ഈ ഒരു 2ാം വിവാഹത്തിന്റെ കേസിനകത്തല്ല ഇവർക്ക് ഈ പറഞ്ഞ ഹെയ്റ്റും കാര്യങ്ങളും ഒന്നും വന്നേക്കണം. ഇവരുടെ ഈ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് ഇവർക്ക് ഇത്രയും കാര്യങ്ങൾ വന്നേക്കുന്നത്. അതായത് ഇപ്പൊ ഒരു കാര്യം പറഞ്ഞിട്ട് പിന്നെ അതല്ലാന്ന് മാറ്റി പറയാം. അതായത് കല്യാണം പോലത്തെ ഒരു കാര്യമൊക്കെയാണ്. ഞാൻ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നെ കല്യാണം കഴിച്ചില്ല എന്ന് പറയാം. അതേപോലെ തന്നെ ഇപ്പൊ ഒരുത്തനെ പറ്റിക്കുക, അതേപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര ഹേറ്റ് വരാനായിട്ടുള്ള മെയിൻ കാരണം. അപ്പൊ ഈ പ്ലാൻ എപ്പോഴാണ് ഇട്ട് തുടങ്ങുന്നത്? ഈ പ്ലാനോ? അതായത് കല്യാണം എന്നുള്ളൊരു നാടക പ്ലാൻ അത് ഇപ്പൊ കുറച്ചായിട്ടുള്ളൂ. ഒരു കല്യാണത്തിന്റെ ആ ഒരു വീഡിയോ അതിന് ഇങ്ങനത്തെ കമന്റ്സുകൾ കണ്ടപ്പോ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര പ്രഷർ കയറിയിട്ട് ഞാൻ ചെയിന് ഫസ്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ചെയിന് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ കുറെ കമന്റ്സുകൾ കണ്ടു. അപ്പൊ ഞാനൊരു ബസ്സിലിരുന്ന് ഞാൻ എവിടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ ഞാൻ പെട്ടെന്നൊരു ഷോർട്സ് ഇട്ടു. ഇനി ആരും എന്നെ വിധവ അങ്ങനെ ഇങ്ങനെ എന്നുള്ളത് പറയണ്ട, എന്റെ കല്യാണം ഓൾറെഡി ഉറപ്പിച്ചു, നിക്കാഹ് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഷോർട്സ് ഇട്ടു. അത് ഇടേണ്ട താമസം അതെടുത്തു. ആ ഷോർട്സ് എടുത്തിട്ട് പിന്നെ അടുത്ത് ഷാജിദ കല്യാണം കഴിച്ചു എന്നുള്ള ആ ഒരു ഇതായി. അത് ശരിക്കും പറഞ്ഞ ഒരു 2 വീക്ക് അങ്ങനെയൊക്കെ ആയിട്ടുള്ളൂ ഈ സംഭവം എടുത്തിട്ടിട്ട്. ആ ഷോർട്സ് തന്നെ ഈ എടുത്തു എന്നൊരു പറയുന്നുണ്ടല്ലോ. ആരും നിങ്ങളൊരു കാര്യം പബ്ലിക്കിനകത്ത് വന്ന് പറയുമ്പോഴത്തേക്കും അവരതിനകത്ത് ഒരു ഒപ്പീനിയൻ പറയാനകത്ത് നിങ്ങൾക്ക് പിന്നെ എന്താണ് അതിനകത്ത് ഒരു റോള്? കാര്യം ഇപ്പൊ നമ്മളൊരു സാധനം പബ്ലിക്കിനകത്ത് വന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനകത്ത് ഒരു റോളൊന്നും ഇല്ല എന്നുള്ള വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ഇവര് അതുകൊണ്ട് പബ്ലിക്കിനകത്ത് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഇട്ടതെന്ന് പറഞ്ഞാൽ നോർമലായിട്ട് എന്റെ കല്യാണം കഴിഞ്ഞു ഗായ്സ് എന്ന് പറയുകയല്ല ഇവര് ചെയ്തത്. ഇവരെന്ന് പറഞ്ഞാൽ ഭയങ്കര ഏതാണ്ട് ആരോണ്ടിനോടുള്ള വൈരാഗ്യം പോലെ ഈ അങ്ങനത്തെ ഒരു രീതിക്കാണ് ഇവര് വന്നിട്ട് പറഞ്ഞത് എന്റെ കല്യാണം കഴിഞ്ഞു, ഇതാണ് എന്റെ മെഹർ എന്നൊക്കെ ഉള്ള രീതിക്കാണ് ഇവര് വന്നിട്ട് പറഞ്ഞത്. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും കാണുന്നവര് അതിനകത്ത് വിമർശിക്കുന്നവര് വിമർശിക്കും. അതിനകത്ത് ഇപ്പൊ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? അവന്റെ പേര് എല്ലാവരുടെയും അവന്റെ പേര് ഷറഫ് അലി എന്നാണ്. അവൻ കാസർഗോഡുകാരനാണ്. അവൻ എനിക്ക് ഈ സോഷ്യൽ മീഡിയ വഴിയാണ് ഫ്രണ്ട് ആയത്. ഇൻസ്റ്റഗ്രാം വഴിയാണ് അവൻ എനിക്ക് പരിചയം. അപ്പൊ ഒരു 6 മാസത്തോളം എനിക്ക് നല്ല പരിചയമുണ്ട്. കാരണം എന്നെ സപ്പോർട്ടായിട്ട് 6 മാസത്തോളം ഇക്ക മരിച്ചിട്ട് ഒരു 6 മാസം കഴിഞ്ഞ് അവൻ എന്നെ പരിചയപ്പെട്ടു. അപ്പൊ എനിക്ക് ഫുള്ളി അവൻ സപ്പോർട്ടാണ്. അവൻ സപ്പോർട്ടായിട്ട് ഇക്ക മരിച്ചതിന് ശേഷം ഫുൾ സപ്പോർട്ടായിട്ട് ഇപ്പൊ ഏകദേശം ഒരു 6 മാസത്തോളം അവൻ നല്ല സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ എന്തിനും സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരാളിനെ നമ്മൾ ഇങ്ങനെ ഇതാക്കുമ്പോ കുറച്ചുകൂടി ബെറ്റർ ആവുമല്ലോ. കാരണം വേറെ ഏതോ ഒരാളിനെ നമ്മൾ എടുത്തിടുന്നതും നമുക്ക് അറിയുന്ന ഒരാളിനെയും പിന്നെ ഇവനായിട്ട് ഞാൻ ഓൾറെഡി വയനാട് കാര്യങ്ങളൊക്കെ പോയതുകൊണ്ട് നമുക്ക് അതിന്റെ വീഡിയോസും കാര്യങ്ങളും ഫോട്ടോസും ഒക്കെ നമ്മുടെ കയ്യിലുണ്ടല്ലോ. അപ്പൊ ആ ഒരു ധൈര്യത്തിലാണ് അത് ഇട്ടത്. പക്ഷെ ഇത്രയ്ക്ക് മോശം കമന്റ്സുകൾ അല്ലെങ്കിൽ ഇത്രയ്ക്ക് ഇതാവും. പക്ഷെ ഞാൻ ഒരിക്കലും അവനാണ് എന്റെ കല്യാണം കഴിച്ചത് ഞാൻ എവിടെ പറയുന്നില്ല. അപ്പൊ ഇവര് കല്യാണം കഴിക്കുന്ന ഒരാളുടെ ഫോട്ടോ അല്ല ഇവർ ഇട്ടത്. ഇവരുടെ ഏതോ ഒരു ഫ്രണ്ടിന്റെ കൂടെ എവിടേക്കാണ്ടൊക്കെ പോയപ്പോ ആയിട്ടുള്ള ഒരു ഫോട്ടോകളാണ് ഇവർ ഇട്ടത്. പക്ഷെ ആ ഫോട്ടോകൾ കണ്ടപ്പോഴത്തേക്കും ഇവരുടെ കല്യാണം കഴിഞ്ഞു എന്ന് ഇവർ പറയുന്നുണ്ട്. പിന്നെ ഇവരുടെ കൂടെയുള്ള ഫോട്ടോയും ഇടുന്നുണ്ട്. അപ്പൊ അങ്ങനെ കാണുമ്പോഴത്തേക്ക് ഇപ്പൊ ഒരു പെട്ടെന്ന് കാണുമ്പോഴത്തേക്ക് ആർക്കായാലും തോന്നും ഇവരായിരിക്കാം ഇവരുടെ ഭർത്താവ് കല്യാണം കഴിഞ്ഞു എന്നുള്ള പറയുന്നത്. അപ്പൊ ഭർത്താവ് ഇതായിരിക്കാം എന്ന് കാണുന്ന ആർക്കായാലും തോന്നും. അതിനകത്ത് ഇപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് തെറ്റ് പറയാൻ പറ്റുക? നിങ്ങൾ തന്നെയാണ് ഈ കല്യാണം കഴിഞ്ഞു എന്നും പറയുന്നത്, നിങ്ങൾ തന്നെയാണ് ഇതൊക്കെ കൊണ്ടു ഇടുന്നത്, പബ്ലിക്കിനകത്ത് കൊണ്ടു ഇടുന്നത്. എന്നിട്ട് അത് കണ്ടു കഴിഞ്ഞിട്ട് അത് പറയുന്നവരാണ് തെറ്റ്. അപ്പൊ ശരിക്കും ഇപ്പൊ ഇതൊരു ഡ്രാമ ആയിരുന്നുള്ളത് ഇപ്പൊ തുറന്നു പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ടാണ് ആദ്യം ഒരു പേരോ കാര്യങ്ങളോ ഒന്നും വെളിപ്പെടുത്താതിരുന്നത്? കാരണം അവന്റെ ഇമേജ് പോണ്ടെന്ന് പറഞ്ഞിട്ടാണ് വെളിപ്പെടുത്താതിരുന്നത്. കാരണം അവനിക്ക് ഒരു ഇമേജ് ഉണ്ടല്ലോ, അവന്റെ കുടുംബം കാര്യങ്ങൾ ബാക്കിയുള്ളതൊക്കെ ഉണ്ടല്ലോ. നമ്മളൊരു കളിക്ക് നിന്നിട്ട് അവന്റെ ഒരു ഇത് പോവണ്ടെന്ന് പറഞ്ഞിട്ടാണ് പേര് പറയാണ്ടിരുന്നതും. അവന്റെ കാര്യങ്ങൾ ഞാൻ വിശദീകരിച്ച് നാട്
പറ്റിയതാന്നൊക്കെ പറയാണ്ടിരുന്നത്. പേര് പറഞ്ഞില്ല, പക്ഷെ അവന്റെ കാശൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് പിന്നെ വേറൊരുത്തന്റെ കൂടെ പോയതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ കാശൊക്കെ അവന്റെ മേടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരുത്തനെയാണ് ഞാൻ കല്യാണം കഴിക്കാൻ പോണേ എന്ന് നൈസായിട്ട് അവനോട് കയറി പറഞ്ഞു. അതായത് ഈ പറഞ്ഞ ഫ്രണ്ട് എന്ന് പറഞ്ഞ അവനുണ്ടല്ല, അവനെയാണ് കല്യാണം കഴിക്കാൻ പോണതെന്ന് ഈ കല്യാണം കഴിക്കാൻ പോകുന്ന ആളുടെ അടുത്ത് അങ്ങ് പറഞ്ഞു. അപ്പൊ ലാസ്റ്റ് പുള്ളി വേറെ വഴിക്ക് പോയി. പിന്നെ ഇമാതിരി ഒരു കാശും മേടിച്ച് പിന്നെ ഇമാതിരി വർത്താനവും പറഞ്ഞു കഴിഞ്ഞാൽ ആ കയ്യിൽ പോയി കളയും. സബ്സ്ക്രൈബേഴ്സിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. അവർ ഫസ്റ്റ് ഞാനും മക്കളും കൂടിയിട്ടുള്ള ടൈമിൽ ഇവര് കല്യാണം കഴിക്കില്ലേ എന്നുള്ള കമന്റ്സ് ആണ് കൂടുതലിട്ടുണ്ടായിരുന്നത്. അപ്പൊ നല്ല രീതിയിലല്ലേ ചോദിച്ചത്. കല്യാണത്തിന്റെ കാര്യത്തിലേക്ക് എത്തിയപ്പോൾ ഇവർക്ക് ഞാൻ കല്യാണം കഴിക്കുന്നത് തെറ്റായി തോന്നി. കല്യാണത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ അതൊരു എനിക്ക് നല്ല ആള് വന്നാൽ കല്യാണം കഴിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ ഇവര് വേറെ അപ്പൊ ഇവരുടെ കമന്റ്സ്, ഇവള് ഈ 5 മക്കളിനെ ഇട്ടിട്ട് കല്യാണം കഴിക്കാനുള്ള ആ ഒരു ഇതിലായി. അപ്പൊ ഇവരെന്തിനാ അങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? അത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ലൊരു തീരുമാനം എടുത്താൽ അപ്പൊ വേറൊരു ഇങ്ങനത്തെ കമന്റ്സുകൾ വരാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോ ചെറിയ ചെക്കനെ കല്യാണം കഴിച്ചു, അങ്ങനെയുള്ള കുറച്ച് കമന്റ്സുകൾ വരാൻ തുടങ്ങി. അതാണ് അപ്പത്തത്തില് മാറിയിട്ട് ഇവര് സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ്. ഇപ്പൊ ഇവര് പറഞ്ഞ എനിക്ക് അഹങ്കാരം ഉണ്ട്, എനിക്ക് പൈസ വരാൻ തുടങ്ങി, ലക്ഷങ്ങൾ വരാൻ തുടങ്ങി, അപ്പൊ അവളുടെ അഹങ്കാരം അവള് കാണിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞിട്ട് ഈ സബ്സ്ക്രൈബേഴ്സ് ആണ് നമ്മളെ ഇങ്ങനെ ആക്കി തീർത്തത്. ശരിയാട്ടോ, സബ്സ്ക്രൈബേഴ്സ് ആണ് എല്ലാത്തിനും കാരണം. അതായത് നിങ്ങളാണ് ഇവരെയൊക്കെ ഈ പറഞ്ഞ സബ്സ്ക്രൈബ് ചെയ്ത് ഈ ഒരു നിലയിൽ എത്തിച്ചത്. അപ്പൊ നിങ്ങളെ വേണം പറയാൻ, ഈ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞ അവന്മാരെ വേണം പറയാൻ. അതായത് നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടാണ് ഇവരിപ്പോ ഈ വന്ന് ഇന്റർവ്യൂവിനകത്ത് ഇരുന്ന് ഇത് പറയേണ്ടത്, നിങ്ങൾ തന്നെ കേൾക്കേണ്ട അവസ്ഥ വന്നത്. എന്ത് കാര്യമാണ് നിങ്ങൾക്ക് ഇരിക്കണത്? കാര്യം ഇപ്പൊ അവരുടെ ദയനീയാവസ്ഥ കണ്ടപ്പോഴത്തേക്കും പാവമല്ലേ എന്നൊക്കെ വിചാരിച്ചായിരിക്കും ഭൂരിഭാഗം വരെ അവരെ സപ്പോർട്ട് ചെയ്തത്, സബ്സ്ക്രൈബ് ചെയ്തതൊക്കെ അതൊക്കെ വിചാരിച്ചിട്ട് തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഇപ്പൊ അവരെ വായിലിരിക്കുന്നത് കേൾക്കേണ്ടത് ഈ പറഞ്ഞ സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ്. അപ്പൊ ഇവര് പറയുന്നുണ്ടല്ലോ. പിന്നെ നിങ്ങൾ ഈ എനിക്ക് ഇവരോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ സബ്സ്ക്രൈബേഴ്സ് പറയുന്നത് എന്തും നിങ്ങൾ കേൾക്കൂ. അതായത് നിങ്ങളുടെ അടിയിൽ വന്ന് കമന്റ് ഇടുക, അപ്പൊ നിങ്ങൾ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾ കല്യാണം കഴിക്കൂ. അപ്പൊ കല്യാണം കഴിക്കണ്ട, നിങ്ങൾക്ക് മക്കളില്ല, അപ്പൊ മക്കളെ നോക്കിയല്ലേ വേണ്ടതെന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ നിങ്ങൾ ഡിവോഴ്സ് ചെയ്യൂ. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? അല്ല, ഞാൻ പറയട്ടെ, അടുത്തൊരു കണ്ടന്റ് ആയി ഷാജിനി കല്യാണം കഴിച്ചിട്ടില്ല, അവള് ഫ്രോഡ്. ഇപ്പൊ എന്തൊക്കെയാ വരുന്നറിയോ? മണി ട്രാപ്പ്. ഇവന് ഞാൻ ലക്ഷങ്ങൾ ഇവന്റെ മേടിച്ചിട്ട് ഇവനെ ഈ ചെറിയ ചെക്കനെ ഞാൻ പെടുത്തിയതാ, അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ വീഡിയോസ് വരുന്നത്. മണി ട്രാപ്പ് ആണ്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെയാണ് വരുന്നത്. അപ്പൊ ഇത് വലിയ വലിയ സംഭവത്തിലേക്കാണ് എത്തുന്നത്. കാരണം അവന്റെ ഇങ്ങോട്ട് പൈസ മേടിച്ചിട്ട് ഞാൻ അങ്ങോട്ട് കൊടുത്തിട്ടുള്ളൂ, ഇങ്ങോട്ടൊന്നും അവന്റെ പൈസ മേടിച്ചിട്ട് ഞാൻ ഒരു പരിപാടിയും ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ ഈ പുള്ളിക്കാരി പറയണതെന്ന് പറഞ്ഞാൽ ഈ പുള്ളിക്കാരിയുടെ കയ്യിൽ നിന്നാണ് പൈസ മേടിച്ചത്, ഷാജിദയുടെ കയ്യിൽ നിന്നാണ് പൈസ മേടിച്ചത്, അല്ലാണ്ട് ഷാജിദ് ഇങ്ങോട്ട് പൈസ ഒന്നും മേടിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു കാര്യത്തിനകത്ത് നമുക്കിപ്പോ ആര് പറയുന്നത്, എനിക്ക് ഇവരുടെ ഭാഗത്ത് എനിക്കൊന്നും വിശ്വസിക്കാൻ തോന്നുന്നില്ല. കാര്യം ഇവര് ആദ്യം കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞു, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവര് തന്നെ പറഞ്ഞിട്ട് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, ഞാൻ പ്രാങ്ക് ചെയ്തതാണ് ഗൈസ് എന്ന് പറഞ്ഞിട്ട് വന്ന് ഇവര് പറഞ്ഞു. അതുകൊണ്ട് ഇവരെ എനിക്ക് എത്രത്തോളം വിശ്വസിക്കാന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിനകത്ത് ഇപ്പൊ അവിടെ നിന്ന് പറയുന്നതിനാണ് കുറച്ചും കൂടെ ജെന്യൂനിറ്റി എനിക്ക് തോന്നുന്നത്, അല്ലാണ്ട് ഇവര് പറയുന്നതിന് ഒരു ജെന്യൂനിറ്റി എനിക്ക് തോന്നുന്നില്ല. എല്ലാം പുറത്ത് വന്നു. കാരണം ഈ വീഡിയോസ് ഒരുപാട് പേര് എടുത്തിട്ടപ്പോ ഇങ്ങനെ എന്റെ വീഡിയോസ് അത്യാവശ്യം പേര് ഇങ്ങനെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യാറുണ്ട്. പക്ഷെ ഇത്രയും പേര് എടുത്തിടുന്ന എനിക്ക് അറിയില്ലായിരുന്നു. എടുത്തിട്ടപ്പോ കൂടുതൽ പ്രശ്നമായപ്പോ അവന്റെ വീട്ടില് പ്രശ്നമായി, അങ്ങനെയൊക്കെ കുറച്ച് സീൻസ് ഒക്കെ ആയി. അതുകൊണ്ട് പിന്നെ പേരും കാര്യങ്ങളെല്ലാം വന്നു, നാളും ഒക്കെ വന്നു. പക്ഷെ ഇപ്പോഴും ചെയ്തത് ശരിയാണെന്ന് ഷാജിദയ്ക്ക് തോന്നുന്നു. കാരണം ചെയ്തത് ശരിയല്ല, ഒരിക്കലും ഷാജിദയെക്കാട്ട് ചെറിയൊരു പയ്യനാണ്, ആളുടെ കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല. ഞാൻ പറയട്ടെ, 26 32 എത്ര ഇപ്പൊ ചെറിയ പയ്യനാ. എനിക്ക് ഞാനും കൂടിയിട്ട് 9 വയസ്സ് വ്യത്യാസം. ഒരു രണ്ടാം വിവാഹത്തിന് രണ്ടാം വിവാഹത്തിന് ഒരു പ്രായമൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ ഇതൊരു ഡ്രാമയാണ്. നിങ്ങൾ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇത് ചോദിക്കില്ല, കാരണം ഇത് തെറ്റായിരുന്നോ എന്ന് ഞാൻ ഒരിക്കലും ചോദിക്കില്ല. പക്ഷെ ഇതൊരു ഡ്രാമയാണ്. ആ ഡ്രാമ എന്ന് പറയുമ്പോഴത്തേന് ആള് കല്യാണം കഴിച്ചിട്ടില്ല, ആൾക്ക് ഇനി ഒരു കല്യാണം വരുമ്പോഴത്തേന് അത് പ്രശ്നമാവും, പിന്നെ ഫാമിലി ഭയങ്കരമായിട്ട് പ്രശ്നമായി. അപ്പൊ ഇതൊക്കെ തെറ്റല്ലേ ഷാജിദ? തെറ്റാണ്. പക്ഷെ ആങ്കറിന്റെ കയ്യിൽ നിന്ന് പോയി സാധനം. കാര്യം ആങ്കർ അവിടെ ഇരുന്നിട്ട് പറഞ്ഞ് നിങ്ങൾ ഈ ഇതൊക്കെ തെറ്റല്ലേ ഷാജിദ, കാര്യം നീ ഇപ്പൊ മറ്റേ ചെക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയസ്സ് കുറഞ്ഞ ചെക്കനാണ്, അപ്പൊ അതൊക്കെ തെറ്റല്ലേ, ഈ വയസ്സ് കുറഞ്ഞതിനകത്തൊക്കെ എന്താണാവോ പ്രശ്നം. അതായത് അതൊന്നും ഒരിക്കലും ഒരു പ്രശ്നമായിട്ട് ഞാൻ പറയില്ല കേട്ടാ. അപ്പൊ ഷാജിദയേക്കാൾ എത്ര വയസ്സ് കുറഞ്ഞ ആളെ വേണമെങ്കിലും കല്യാണം കഴിക്കാം. പ്രായപൂർത്തി ആയ ആളാണ്, കല്യാണപ്രായമായ ഒരാളാണെങ്കിൽ അയാളെ കല്യാണം കഴിക്കണോണ്ട് ഒരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിപ്പോ എത്ര ചെറുതാണെന്ന് പറഞ്ഞാലും അതങ്ങനെ തന്നെ. അപ്പൊ ഈ ആങ്കർ ഇവിടെ എന്താണാവോ ചോദിച്ചു വന്നത്, അതൊരു കാര്യം. പിന്നെ ഷാജിദയോട് ഇത്ര ചോദിക്കേണ്ട കാര്യമുള്ളൂ, ഈ ഡ്രാമ കളിച്ചത് ശരിയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ ശരിയല്ലാന്ന് ഇവര് തന്നെ പറയുന്നുണ്ട് കേട്ടോ. അത് മനസ്സിലാക്കാനായിട്ടുള്ള, അത് പുള്ളിക്കാരി ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ആ ഒരു ബോധം കാണിച്ചതിന് വളരെ ഒരു ഇത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കൂടുതൽ വഷളാവും, അതിന് മുന്നേ നമുക്ക് എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ചെയ്തിട്ട് ഇത് സ്റ്റോപ്പ് ആക്കണം എന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് ഇന്റർവ്യൂ തന്നത്. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ എന്റെ യൂട്യൂബ് ചാനലിൽ തന്നെ ഞാൻ ഇതിനെ കുറിച്ച് ഇനി ഇടും.
എന്തായാലും ഞാൻ ഇടണല്ലോ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് നമ്മൾ കാര്യങ്ങൾ പറയണല്ലോ. പക്ഷെ ഇതിന് സ്റ്റോപ്പ് ആവുമെന്ന് തോന്നുന്നു. കാരണം ഓൾറെഡി ആരും വിളിക്കാതിരിക്കാൻ, സ്റ്റോപ്പ് ആയാലില്ലേലും ഞാൻ നിർത്തി. അല്ല ഓൾറെഡി അവര് പറഞ്ഞോട്ടെ, ഓൾറെഡി ആരും വിളിക്കാതിരിക്കാനും, അതായത് ഇനി ആരും ശല്യം ചെയ്യാതിരിക്കാനും ആണല്ലോ ഇതുപോലൊരു കല്യാണത്തിന് നാടകം കൊണ്ടുവന്നത്. പക്ഷെ ഇതിപ്പോ മൊത്തം പൊളിഞ്ഞു കഴിഞ്ഞപ്പോ ഇത് തന്നെയല്ലേ മുമ്പോട്ടും നേരിടാൻ. അല്ല ഇനിയിപ്പോ കല്യാണ ആലോചനയായിട്ട് ഇനി ആരും വരുന്നില്ല, അത് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. അപ്പൊ ഇനി രണ്ടാമത് കല്യാണം കഴിക്കാനുള്ള ഇല്ല, അങ്ങനെ ഒരു ഉദ്ദേശം ഇല്ല എനിക്ക്. രണ്ടാമത് കല്യാണം എന്നില്ല. ഇനി മാവും വലുതായിട്ട് ഓൻ കെട്ടാന്നല്ലാണ്ട് ഞാൻ കെട്ടാനുള്ള പരിപാടി. ഓക്കെ, അപ്പൊ ഷാജിദ അപ്പൊ ഇനി രണ്ടാമതൊരു കല്യാണം കഴിക്കില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ ഷാജിദനെ കെട്ടാനായിട്ടുള്ള അങ്ങനത്തെ ഒരു ഇതൊക്കെ ആയിട്ട് ഇരിപ്പുണ്ടെങ്കിൽ, ആരെങ്കിലും ഇരിപ്പുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി അവസരമില്ല ഗൈസ് എന്നാണ് ഷാജിദ പറയുന്നത്. അപ്പൊ ഇവര് പറയുന്നതിനകത്തൊക്കെ ഇനി ഇവര് ഇപ്പൊ ഈ പറയുന്നത് ശരിയാണോ, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നാളെ ചിലപ്പോൾ അടുത്ത താലിയും പൊക്കി പിടിച്ചിട്ട് വരും, എന്റെ കല്യാണം കഴിഞ്ഞു ഇനി ആരും എന്നെ വിധവാന്ന് വിളിക്കരുത്. ഈ വിധവാന്ന് വിളിക്കണതിനകത്തൊക്കെ എന്താണാവോ പ്രശ്നം? അതിനകത്തൊന്നും ഒരു തെറ്റുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വന്നിട്ട് പറയാം. ഇവരുടെ മെയിൻ പ്രശ്നം അതാണ്, ഇവരെ വിധവാന്ന് വിളിക്കുന്ന അവർക്ക് ഇഷ്ടമല്ല. അപ്പൊ അവർക്ക് വേണമെങ്കിൽ വന്നിട്ട് പറയാം, എന്നെ ഇനി ആരും വിധവാന്ന് വിളിക്കരുത് എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ, പിന്നെ ആരും വിളിക്കൂല. ഇത് അതിന് വേണ്ടി ഒരു താലിയും മുക്കി പിടിച്ചിട്ട് വന്നിട്ട് എന്റെ കല്യാണം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരുമാതിരി പറച്ചിലായി പോയെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാര്യം കാണുന്നവരൊരുമാതിരി പൊട്ടന്മാരങ്ങുന്ന രീതിയിലുള്ള ഒരു പറച്ചിലായിട്ട് എനിക്കത് തോന്നിയുള്ളൂ. അപ്പൊ എനിക്ക് അത്രയാണ് ഇതൊക്കെ കണ്ടിട്ട് പറയാനുള്ളത്. ഇനി ചിലപ്പോൾ അടുത്ത നാടകമായിട്ടൊക്കെ വരുമായിരിക്കും. കാര്യം ഓരോ നാടകത്തിന് റീച്ച് കിട്ടും എന്നുള്ള ഒരു സാധനം അവരിപ്പോ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പൊ അവർ ഇനി അടുത്ത നാടകമായിട്ട് മിക്കവാറും ഈ അടുത്ത് തന്നെ വരും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ഈ വീഡിയോ വെച്ച് നിർത്തുകയാണ്. അപ്പൊ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ